ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ കാണപ്പെടാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. കാണപ്പെടാത്തവനിൽ ആശ്രയിക്കുന്നത് അത് നല്ലതാണോ, ബുദ്ധിയാണോ? ചിലർക്ക് ആ ഒരു മേഖലയിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ദൈവം സത്യമാണോ അതോ മിഥ്യയാണോ? ഒരു ചെറുപ്പക്കാരൻ സൂചിപ്പിച്ച ഒരു കാര്യം, വർഷങ്ങളായിട്ട് ഞാൻ വിശ്വാസിയായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ ആ വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച് ഞാൻ അതിൽ വളർന്നു വന്നതാണ്. ഇപ്പം എനിക്കൊരു ചഞ്ചലിപ്പ്. കാരണം എൻ്റെ കൂട്ടുകാരായിട്ടുള്ള പലരും യുവജനങ്ങളാണ്. ഇനി അവർ കുറേ കാര്യങ്ങൾ എന്നോട് ബുദ്ധിപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു. ബുദ്ധിയുടെ തലത്തിൽ നിന്ന് എനിക്കതിനൊക്കെ മറുപടി പറയാനായിട്ട് പറ്റിയില്ല, എനിക്കറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്കൊരു ചഞ്ചലിപ്പ്. ഇവർ പറയുന്നതാണോ അതോ ഞാൻ വിശ്വസിക്കുന്നതാണോ ശരിയായിട്ടുള്ളത്? ഇതുപോലത്തെ സംശയങ്ങളും ഇതുപോലത്തെ ചഞ്ചലിപ്പൊക്കെ ആരുടെയും ജീവിതത്തിൽ വരാം. വേണേ പിയർ പ്രഷർ, കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു പ്രഷർ മൂലം, അതല്ലെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ ആ ബുദ്ധിയുടെ പ്രസരിപ്പിൽ നമ്മുടെ മനസ്സിലേക്ക് വരാവുന്ന ചില ചിന്തകൾ, ഇതെല്ലാം സാധാരണയായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമുക്ക് ദൈവം സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത്, ആ ദൈവത്തിൽ നാം വിശ്വസിക്കേണ്ടത് അല്ലെ വിശ്വസിക്കുന്നത് നല്ലതാണോ മഠേത്തരമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഏതാനും കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. വിശ്വാസിയുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചാലേ ഇതിൻ്റെ അർത്ഥം പിടികിട്ടത്തുള്ളൂ. ലൗകിക മനുഷ്യർക്ക് ആത്മീയ കാര്യങ്ങൾ ഭോഷത്വമായിട്ടേ തോന്നത്തുള്ളൂ. അങ്ങനെയുള്ളവരെ നമ്മൾ ആർഗ്യൂ ചെയ്ത് തർക്കിച്ച് വിശ്വസിപ്പിക്കാൻ നോക്കിയാൽ സാധ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു മനോഹരമായൊരു ചൊല്ലുണ്ട്. അതിങ്ങനെയാണ്: ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്ഡ് ബട്ട് എ മിസ്റ്ററി ടു ബി ലിവ്ഡ്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ഇങ്ങനെ തർക്കിച്ച് സ്ഥാപിക്കാനുള്ള ഒരു പ്രശ്നമല്ല, ഒരു കാര്യമല്ല, മറിച്ച് ഒരു രഹസ്യമാണ്. ഈ രഹസ്യം ജീവിക്കേണ്ടതാണ്. രഹസ്യം ജീവിക്കണമെങ്കിൽ വിശ്വാസമില്ലാത്തവർക്ക് അത് പറ്റത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് അവ്യക്തതയിലേക്ക് ഉള്ള ഒരു എടുത്തിയാട്ടമാണ്. നമ്മൾ കാണുന്നുണ്ട് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. അവ്യക്തതയിലേക്കുള്ള ഒരു എടുത്തിയാട്ടം. അന്ധനെ കാഴ്ചയുള്ള ഒരു വ്യക്തി കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത് കാരണം വെച്ചാൽ അന്ധൻ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇവൻ എന്നെ കൊണ്ടുപോകുന്ന വഴി ശരിയായ വഴിയാണ്, എനിക്ക് സുരക്ഷിതത്വം ഉണ്ടാകും, അത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവൻ പോവുക. എത്രയോ വ്യക്തികൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ ആ സഹായം കൊണ്ട് അവരിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട്. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ, ശരിക്കും വിശ്വാസം അർപ്പിച്ചുള്ള ഒരു ജീവിതമാണെങ്കിൽ അവ്യക്തതയിലേക്ക് എടുത്തിയാടാനുള്ള ആ ഒരു ധൈര്യം നമുക്കുണ്ടാവും. നമുക്ക് ചില കാര്യങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വന്നു കഴിയുമ്പോഴാണ്, അനുഭവം വന്നു കഴിയുമ്പോഴാണ് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം ഒരു ഡോക്ടർ, അദ്ദേഹം MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് ഒരു സർജനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചു. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തി. ഒരു ധ്യാനമൊക്കെ കൂടി ആ ഒരു ദൈവാനുഭവം, ദൈവവിചാരവും ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ വായന തുടങ്ങി. ഒരു പുസ്തകം, വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം വായിച്ചു വന്നപ്പോൾ അതിൽ ഒരു പദമുണ്ടായിരുന്നു, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. അതിന് മലയാളത്തിൽ വേണമെങ്കിൽ സത്താഭേദം. വിശുദ്ധ കുർബാനയിൽ നടക്കുന്ന സത്താഭേദം. എന്താ അതിൻ്റെ അർത്ഥം? വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അക്കൂദാശയുടെ പിൻബലത്തിൽ ഓസ്തിയും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. ഇൻ സബ്സ്റ്റൻസ്. അതിൻ്റെ കളറോ ടേസ്റ്റോ മാറുന്നില്ലെങ്കിലും അതിൻ്റെ സത്ത യേശുവിൻ്റെ ശരീരമായി യേശുവിൻ്റെ രക്തമായി മാറുന്നു. ഈ ഡോക്ടർ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഇത് മനസ്സിലാക്കാൻ കുറേ നാൾ പരിശ്രമിച്ചു. കുറേ നാൾ, 1-2 വർഷം. എന്നിട്ടും കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. അപ്പം അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു ബലിയർപ്പണത്തിന് പോയപ്പോൾ ആ ബലിയുടെ തുടക്കത്തിൽ തന്നെ ദൈവത്തോട് ഏറ്റു പറഞ്ഞൊരു കാര്യം, ലോർഡ് ഐ ബിലീവ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ യൂക്കറിസ്റ്റ് ഈസ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ.
ഈ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, സത്താഭേദം, അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാക്കാൻ നോക്കിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ആ സമയത്താണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആ വ്യക്തി ഏറ്റുപറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവച്ചതാണ്. എനിക്ക് ആ ബലി കൂടുതൽ അനുഭവമായി. മാത്രമല്ല അതിനുശേഷം എനിക്ക് ഈ ഒരു കാര്യം കൂടുതൽ മനസ്സിലായി തുടങ്ങി. ഇതൊക്കെ അവ്യക്തതയിലേക്ക് എടുത്ത് ചാടിയപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതാണ് വിശ്വാസികളുടെ ഒരു അഡ്വാൻറ്റേജ്, ഒരു നേട്ടം എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവർത്തനനിരതമായ വിശ്വാസം. ഇത് വചനം പഠിപ്പിക്കുന്നതാണ്. ഗലാത്യർ 5-ാം അധ്യായം 6-ാമത്തെ വചനം എടുക്കുമ്പോൾ പ്രവർത്തനനിരതമായ വിശ്വാസം, അതാണ് സർവപ്രധാനം. അപ്പം അതിന് നമ്മൾ ആഗ്രഹിക്കണം. ഒരു ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ട് അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. വിശ്വാസമുള്ളവർ അവരുടെ വിശ്വാസം വളരാൻ വേണ്ടി അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ലൂക്ക 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാർ പോലും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇൻക്രീസ് അവർ ഫെയ്ത്ത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരു യുവതിയുടെ പ്രശ്നം, അവളിങ്ങനെ അവളുടെ അമ്മയുണ്ടായിരുന്നു. ഇവയ്ക്ക് വേണ്ടിയാണ് ശരിക്കും അമ്മ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. സംസാരിച്ചു വന്നപ്പോൾ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഈ അമ്മ ചാടി പറഞ്ഞൊരു കാര്യം, അച്ഛാ അത് ഇവളുടെ പ്രശ്നമാണ്. എന്താ അവിടെ പ്രശ്നം? വെറുതെ ഇരിക്കുമ്പോഴും അവിടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത, തലയ്ക്ക് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ പറഞ്ഞ് തല വീഴുവോ എന്ന് ചില കാണാൻ സാധിക്കും. ഇതുപോലെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഒന്നും അങ്ങോട്ട് വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ. പക്ഷേ ആന്തരിക മുറിവുകളും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ മൂലമായിരിക്കാം ഇത്രയും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള ഭയം, അരക്ഷിതത്വം അനുഭവപ്പെടുക, ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം വായിച്ചാൽ അതിൻ്റെ 66-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈ വക കാര്യങ്ങളെല്ലാം വരുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ്. നിരന്തരമായിട്ട് നിനക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അതുപോലെ തന്നെ നിന്റെ ജീവിതം എപ്പോഴും അപകടത്തിലായിരിക്കുന്ന അവസ്ഥകൾ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഭയം നിന്നെ ഗ്രസിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഈ ഒരൊറ്റ വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നിയമാവർത്തനം 28-ന്റെ 66. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, യേശുവിലുള്ള നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ചുമ്മാ അന്ധമായ വിശ്വാസമല്ല, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള വിശ്വാസമാണ്. ചുമ്മാ അന്ധമായിട്ട് കണ്ണടച്ച് നമ്മൾ അംഗീകരിക്കുന്ന ചിലർ പറയും അതിനൊന്നും എന്നെ കിട്ടത്തില്ല, അതല്ല. യോഹന്നാൻ 1:14 നമ്മൾ കാണുന്നുണ്ട്, യേശു വന്നത് ഈ ഭൂമിയിൽ നമ്മോട് കൂടെ കൂടാരമടിച്ച് വസിക്കാൻ വേണ്ടിയാണ്. 1 തീമോത്തി 1:15 യേശു വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. 2 പത്രോസ് 3:9 വായിച്ചാൽ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, അവിടുന്ന് വാഗ്ദാനം നിറവേറ്റും. അപ്പസ്തോല പ്രവർത്തനം 1:11, മത്തായി 24:44 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അവൻ വീണ്ടും വരും, ഈ യേശു വീണ്ടും വരും. യോഹന്നാൻ 3:16 വായിച്ചാലോ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്വപുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ പിതാവായ ദൈവം തിരുവുള്ളമായത്. ഇതെല്ലാം എവിഡൻസ് ബേസ്ഡ് ആണ്, അല്ല ചുമ്മാ കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ള ഒരു കാര്യമല്ല. ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.